സന്നിധാനത്തെ തിരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അത്രയും പ്രശ്നകരമല്ല, നിയന്ത്രണ വിധേയമാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് തന്നെ സന്നിധാനത്ത് നട തുറന്നു. ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. പമ്പയിലടക്കം നിയന്ത്രണങ്ങളെല്ലാം കർശനമാക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ് ഹരി. സന്നിധാനത്ത് ഇന്നിപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ഓഫീസർമാരൊക്കെ ഇന്ന് ചുമതല ഏൽക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസും ഇന്ന് പരിഗണനയ്ക്ക് വരികയാണ്. അപ്പോൾ മുഴുവനായിട്ടും ഇന്ന് ശബരിമലയെ സംബന്ധിച്ച്, ശബരിമലയിലെ തിരക്കുകളൊക്കെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ് ഇന്നത്തേത്. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് സന്നിധാനത്തെ അവസ്ഥ? തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണോ? ഗുഡ് മോർണിംഗ് സേതു. ഈ തിരക്ക്, ഒപ്പം തന്നെ ഹൈക്കോടതിയിലെ കേസ്, പിന്നെ ഉന്നതതല യോഗങ്ങൾ, നിയന്ത്രണങ്ങൾ, ഇതൊക്കെ ഒരു വശത്തുള്ളപ്പോഴും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് സന്നിധാനത്ത്. എവിടെയും ശരണമന്ത്രങ്ങൾ തന്നെയാണ്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനവും പരിസരവും എന്ന് വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് പറയുകയാണ്. അതായത് തിരക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 2 ദിവസം മുമ്പ് കണ്ട കാഴ്ചകളൊന്നും അല്ല. ഇപ്പോൾ കൃത്യമായ നിയന്ത്രണ വിധേയത്തോടു കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് സന്നിധാനത്ത്. മാത്രമല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ പമ്പയിലെയും ഒപ്പം തന്നെ നിലയ്ക്കലിലെയും കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നിലയ്ക്കലും ഒരു ഇന്നലത്തേതിന് സമാനമായ രീതിയാണ്. അതായത് 2 ദിവസം മുമ്പ് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ രീതിയിൽ നിന്നൊക്കെ കാര്യമായി തന്നെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം പമ്പ, ഈ ക്യൂ ആരംഭിക്കുന്നത് തന്നെ പമ്പയും കഴിഞ്ഞ്, ഇന്നിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പമ്പ കഴിഞ്ഞ് മരക്കൂട്ടം എത്തുമ്പോഴാണ് ചെറിയ രീതിയിൽ നിയന്ത്രണത്തിൽ ഭക്തരെ കടത്തിവിടുന്നത്. അതായത് ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞാൽ സന്നിധാനത്ത് ആൾത്തിരക്ക് ഒരുപാട് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ എന്നാലും ഇവിടെ എത്തുന്നവരൊന്നും അത്ര ഒരുപാട് ഒരു 10-12 മണിക്കൂർ ക്യൂ നിന്ന് വരേണ്ട ഒരു സ്ഥിതി എന്തായാലും നിലവിലില്ല എന്നുള്ളത് ആശ്വാസകരം. പിന്നെ 18-ാം പടി കയറ്റിവിടുന്ന ഭക്തരുടെ ഒരു വേഗക്കുറവ് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോലീസുകാർ ഇപ്പോൾ കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. മാത്രമല്ല, അവിടുന്ന് വരുന്നവർക്ക് വേണ്ട സഹായം, ഈ പമ്പയിൽ നിന്ന് കയറി വരുന്നവർക്ക് അത്യാവശ്യത്തിന് കുടിക്കുന്നതിന് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ദേവസ്വം മന്ത്രി സന്നിധാനത്ത് ഇന്നലെ രാത്രി എത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദും എത്തിയിട്ടുണ്ട്. അദ്ദേഹം